ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓറഞ്ച് വാനില പുഡിങ്ങാണ്. ഇതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുഡിങ്ങാണ്. ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൻ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഓറഞ്ച് വേണം. ഞാനിവിടെ ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി പിഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്, മിക്സിയിൽ അടിച്ചെടുക്കരുത്. ഈ ഓറഞ്ച് പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ടൊരു 1.5 കപ്പ് ഓറഞ്ച് നീര് വേണം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കയർപ്പുണ്ടാവും, അതുകൊണ്ട് മിക്സിയിൽ അടിക്കരുത്, പിഴിഞ്ഞിട്ടെടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇതേപോലെ സ്റ്റീലിൻ്റെ വലിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില ഫ്ലേവർ കൊടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ് അളവില്ലാത്തവർ ഗ്ലാസ്സിലെടുത്താൽ മതി, ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിലെടുത്താലും മതി. ഈ 1.5 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഓറഞ്ചിൽ മധുരം ഉള്ളതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തത്. ഇത് ഞാൻ കുറച്ച് മധുരം കുറവായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 5-6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഫ്ലെയിമിൽ ഓയിലേക്ക് ആക്കുക. എന്നിട്ടൊരു നന്നായിട്ട് ഈ കോൺഫ്ലവർ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിക്കാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടും, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഓറഞ്ചിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചൂടോടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ഓറഞ്ചിന് ഒരു കുറച്ചും കൂടെ കളർ കിട്ടാനായിട്ട് ഞാൻ ഒരു തുള്ളി ഓറഞ്ചിൻ്റെ ഒരു കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒരു ഫോട്ടോയ്ക്കൊരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ളൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ഓറഞ്ചിൻ്റെ കളർ കിട്ടാനായിട്ട് ഞാൻ ഓറഞ്ചിൻ്റെ ആ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വാനില ഫ്ലേവർ ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സീബ്ര കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ചിൻ്റെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്
തീരുന്നത് വരെ ഇതേപോലെ ഇങ്ങനെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒഴിക്കണം. അടുപ്പിൽ നിന്ന് എടുത്ത ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചൊരു 3 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടാം. വേഗത്തിൽ തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് കാണാനായിട്ട്. ഞാൻ ഒരു 2 ചെറിയും കുറച്ച് ബേസിൽ ലീഫും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ലെയറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാനും പറ്റും. ഒട്ടും ഉടഞ്ഞൊന്നും പോവുകയൊന്നുമില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ പുഡിങ് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ്. താങ്ക് യു.